നമ്മുടെ നാട്ടിൽ വാട്സപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്നത് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സൈബർ സുരക്ഷാ വിഭാഗം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് സുരക്ഷിതമാക്കാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുകയും ഇമെയിൽ ID ആഡ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ OTP മറ്റൊരാൾക്ക് ലഭിച്ചാൽ പോലും നമ്മുടെ വാട്സപ്പ് മറ്റൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും വാട്സപ്പിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നറിയാം. പക്ഷേ പലരുടെയും പ്രശ്നം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാമെന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കുറേ സാധാരണക്കാരുണ്ട്. അവരൊക്കെയാണ് ഇത്തരക്കാരുടെ ചതിയിൽപ്പെടുന്നത്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഇമെയിൽ IDയും ആഡ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് സുരക്ഷിതമാക്കാമെന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിനകത്ത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വീഡിയോയിൽ കാണാം. അതിനായി ആദ്യം നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുഭാഗത്ത് മുകളിലുള്ള 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഡ് ഇമെയിൽ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇനി എന്താണോ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ എളുപ്പം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോണിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് Gmail വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ Gmail ഒന്ന് ഓപ്പൺ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്നുള്ളതിലാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വന്ന ആ OTP കോഡ്, Gmail വന്ന OTP കോഡ് ജസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്യുക. പ്രസ് ചെയ്താൽ തന്നെ കോപ്പി ചെയ്യാൻ പറ്റും, ആ നമ്പർ മാത്രം. എന്നിട്ട് അത് നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ വെരിഫിക്കേഷൻ കോഡ് അതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെയുള്ള വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇമെയിൽ ID ഈ നമ്പറിലേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം. ഇമെയിൽ IDയുടെ തൊട്ട് താഴെ ഇമെയിൽ അഡ്രസ്സിൻ്റെ. ഓക്കെ, ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്ത് പാസ്വേഡാണ്, അതായത് 6 പാസ്വേഡാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി 123 123 കൊടുക്കുന്നുള്ളൂ. രണ്ടാമതും അതേ പാസ്വേഡ് എൻ്റർ ചെയ്യണം. നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ശേഷം താഴെയുള്ള ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് നിങ്ങളുടെ ഫോണിലേക്ക് സെറ്റ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കൊടുത്ത പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പിറകിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് വാട്സപ്പ് ഒരു തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ ആ കൊടുത്ത 6 ഡിജിറ്റൽ നമ്പർ കൊടുക്കാതെ ഇനി ഒരു ഡിവൈസിലും ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ചോദിക്കൂ, പിന്നീട് ചോദിക്കുന്നതല്ല. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാക്കേഴ്സിന് നിങ്ങളുടെ OTP കിട്ടി അവർ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ 6 കോഡ് ചോദിക്കും. അത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.